ഹായ് ഗായ്സ്, അപ്പോൾ അങ്ങനെ കാർത്തിക് സുബ്രാജിൻ്റെ പടം റെട്രോ സൂര്യ നായരുടെ സിനിമ. അപ്പോൾ ഈ സിനിമ കാണാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ആദ്യം കാർത്തിക് സുബ്രാജ് ആളുടെ പടങ്ങൾ അറിയണം, ആളുടെ പടങ്ങളുടെ രീതി അറിയണം, എന്നിട്ട് വേണം കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ വിജയ് ഫാൻസുകാർക്ക് പോവുകയാണെങ്കിൽ അവർക്ക് തീരെ പിടിക്കാൻ ചാൻസ് കുറവായിരിക്കും. പിടിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടിച്ച് പറന്ന് കഴിഞ്ഞിട്ട് സ്ലോ മോഷൻ നോക്കുക, ആ ഒരു ടൈപ്പ് എപ്പോഴും മാസ് എലമെൻറ്റ് വേണം എന്ന് ആഗ്രഹിച്ച് പോകുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് അറിയും. കാർത്തിക് സുബ്രാജിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ചിലവർക്ക്. പക്ഷേ എന്നാലും ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ വലിയത് പ്രതീക്ഷ ഉണ്ടായില്ല, ഒരു ലവ് ആൻഡ് വാർ അങ്ങനത്തെ സംഭവമൊക്കെ പ്രതീക്ഷ പോയിട്ട്, പക്ഷേ കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫിന് ഞാൻ കുഴപ്പമില്ല ഒരു മൈൻഡിൽ പോയി, കുഴപ്പമില്ല അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് ഇപ്പോൾ കിടിലൻ സാധനം, അതായത് മേക്കിംഗ് ആയാലും ഫൈറ്റിംഗ് ആയാലും ഒക്കെ. ഫസ്റ്റ് തന്നെ ഒരു മറ്റേ പാട്ടുണ്ട്, മറ്റേ കല്യാണ പാട്ട്, ആ ഒരു സീനത്തെ ഒരു ക്യാമറ വർക്കിങ് കാര്യങ്ങൾ അതൊക്കെ എന്ത് കിടിലായിട്ട് എടുത്ത് വെച്ചവിടെ. പിന്നെ അല്ല സൂര്യ ആ ഒരു പുള്ളി ഇങ്ങനെ ഭയങ്കര ചിരി, ആ ഒരു പാട്ടിൽ നമ്മൾ കണ്ടില്ല, പുള്ളി ഒന്നും ചിരിക്കാത്ത ഒരു മൈൻഡ്. അപ്പോൾ അങ്ങനെ ചിരിക്കില്ല പുള്ളി, ഇങ്ങനെ ചിരി അങ്ങനെയൊന്നും വരില്ല പുള്ളിക്ക്, ആ ഒരു ആളാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കുണ്ടാവുന്ന ആ ഒരു ദേഷ്യം കാര്യങ്ങൾ അതൊക്കെ നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്നിട്ട് ഇങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ്, അതായത് പിന്നെ ലവ് സ്റ്റോറി ഇങ്ങനെ ഇട്ട് വെറുപ്പിക്കുക, അതായത് പേടിച്ച് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പോയി ഓക്കെ ഒരു മൈൻഡിലൊക്കെ തന്നെ പോയി ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവാണ്, ഒരു ബോറടി അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫൊക്കെ എത്തിയപ്പോൾ ആ ഒരു മൊത്തത്തിൽ നല്ല ഒരു ഇത് കിട്ടി. ആ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. സൂര്യയുടെ ലുക്ക് കാര്യങ്ങൾ അഭിനയം ഒക്കെ ഈ ഒരു ക്ഷീണം പറ്റി. ഇത് എല്ലാവർക്കും പിടിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല കേട്ടോ, കാരണം എല്ലാവർക്കും പിടിക്കുന്ന രീതി എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഒപ്പം ഇരുന്ന് കണ്ടവർ, എൻ്റെ അടുത്തിരിക്കണം മിക്കവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. എന്നെഴുതി എല്ലാവർക്കും പിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമ കണ്ടിട്ട്. അതായത് പ്രത്യേകിച്ച് അതായത് വിജയ് ഫാൻ അങ്ങനെ അജിത് ഫാൻ അങ്ങനെയുള്ളവർക്കൊക്കെ പിടിക്കാൻ ചാൻസ് കുറവായിരിക്കും. എൻ്റെ അഭിപ്രായം സൂര്യ ഫാൻസുകാർക്കൊക്കെ അവർക്ക് അതായത് സൂര്യനെ ഒന്ന് ഇങ്ങനെ കാണണം, അതായത് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ സാധാരണ ആൾക്കാർക്കും അതെ, കാർത്തിക് സുബ്രാജ് എന്ന ആളുടെ ഒരു സിനിമേനെ കുറിച്ച് അറിയണവർക്കൊക്കെ ഇഷ്ടപ്പെടും എൻ്റെ ഒരു അറിവിൽ. എന്തായാലും ഈ പടത്തിന് എനിക്ക് പിന്നെ പാട്ടുകളാണെങ്കിൽ ആ പാട്ടുകൾ പ്ലേസ് ചെയ്ത സമയം അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ആ കണ്ണാടി പൂവാ പാട്ട് ഇത് ഒക്കെ നല്ല രസമായിട്ട്, അതായത് ലാഗുന്ന സാധനം തോന്നിച്ചില്ല കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ലാഗുന്ന സാധനം തോന്നിച്ചില്ല. ഇങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് എത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ കയറി വരാം അങ്ങനത്തെ സംഭവം. ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ ഫൈറ്റ് സീൻ ഉണ്ടെങ്കിൽ ഒരു ഷോട്ട് ഇങ്ങനെ മാറ്റാണ്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ പിടിച്ച് പോകുന്ന ഫൈറ്റ് രംഗമുണ്ട്. അതാണ് ഏറ്റവും കിടിലൻ സാധനം എൻ്റെ പൊന്നോ. അതായത് ആ കങ്കുവയിലൊക്കെ 350 കോടിക്കാർ നിന്ന് എടുത്ത് വെച്ചതെന്ന് നമുക്ക് ഇതിലുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിലൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്ത് ഇതൊക്കെയാണ് ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒന്ന് കരാട്ട ആ ഒരു സംഭവമൊക്കെ ഉള്ള ഫൈറ്റിങ്ങില്ല, അതൊക്കെ ഒന്ന് രസമായിട്ട് എടുത്ത് വെച്ചാണ് പുള്ളിയുടെ സ്റ്റൈൽ. അതായത് ഫാൻസുകാർക്ക് എൻ്റെ ഊഹം വെച്ച് ഫാൻസുകാർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും അതായത് സൂര്യ ഫാൻസ്, അതായത് സൂര്യൻ ഇങ്ങനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. കുറേ നാൾ അതായത് പുള്ളിയുടെ നല്ല സിനിമ നമുക്ക് കണ്ടിട്ടുണ്ട് OTT-യിൽ. തിയേറ്ററിൽ ഈ അയൺ 7ാം അറിവില്ല, ഇതെല്ലാം കൂടിയിട്ട് അങ്ങനത്തെ ഒരു സംഭവമില്ല, ഫൈറ്റും കോമഡി ലവ് അങ്ങനത്തെ എല്ലാം കൂടിയൊരു സംഭവം. അതാണ് ഈ ഒരു സിനിമ. അതിനിടയിൽ പിന്നെ ഈ സിനിമയുടെ മെയിനായിട്ട് ഈ സിനിമ സ്റ്റോറി എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നവർക്കാണ് സിനിമ പിടിക്കുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഒരു കൃഷ്ണനും രാധ ആ ഒരു ടൈപ്പ് മോഡൽ, അതായത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാവാത്തവർക്കാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അതായത് അത് മനസ്സിലായവർക്കൊക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു ലാസ്റ്റിലേക്കൊക്കെ ആ ഒരു ഭാഗത്ത് ലാസ്റ്റിനകത്ത് ഒരു സീനുണ്ട്, ഒരു ചിരി, അത് എല്ലാവർക്കും അത് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നിക്കും. പക്ഷെ ആ ചിരിയിൽ കുറേ സംഭവങ്ങളുണ്ട്. അതായത് കാർത്തിക് സുബ്രാജിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ഇതാണ്. അത് പുള്ളിയുടെ പടങ്ങൾക്ക് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പടം മൊത്തത്തിൽ എനിക്ക് ഞാൻ കുറേ നാൾക്ക് ശേഷം സൂര്യ സിനിമ അങ്ങനെ അതായത് ഇരുന്ന് കണ്ടിട്ട് കൊള്ളാൻ ഒരു ഇത് കിട്ടിയില്ല. അതായത് ഇത് സൂര്യപ്പടമാണ് തോന്നിച്ച ഒരു ഇതിനെ കിട്ടി. അതായത് സൂര്യയുടെ ചെറിയൊരു ഭാഗം, അതായത് ആക്ഷൻ ലവ് അങ്ങനെയുള്ള സാധനം ഇനി വരാൻ കിടക്കുകയാണ് പുള്ളിയുടെ.
വെട്ടറിമാരായിട്ടുള്ള പടം റോളക്സ്, അതൊക്കെ അതുകൂടി ഇറങ്ങിയാൽ ശരിക്കും ഒരു ക്ഷീണം മാറും. ഇപ്പോൾ തന്നെ ഒരു പകുതി ഒരു വിഷമം മാറി, ആ കങ്കുവയുടെ ഒരു വിഷമമൊക്കെ മാറി കിട്ടി. ഇനി ഇത് കളക്ഷൻ കിട്ടുമെന്ന് എനിക്ക് ഓക്കെയാണ് പടം. എനിക്ക് ഈ സംഭവം എനിക്കിഷ്ടം. കളക്ഷനൊക്കെ കയറുമോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം. ബൈ.